ഇല്ല കുറച്ചങ്ങോട്ട് അടുത്തായി തുടങ്ങാം. ഇല്ല റെഡി സ്റ്റഡി. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് നമ്മ ഇന്ന് ഒരു ജേർണലും ചെയ്യും, കൂടാതെ സ്റ്റിക്കറും ആക്കും. ഫസ്റ്റ് ഏതാ വേണ്ടത്? ജേർണൽ. ഓക്കെ. അപ്പോൾ ജേർണൽ ഇതെടുക്കുക. നമ്മുടെ സ്റ്റിക്കർ കളക്ഷൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇവള് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഞാൻ വലിയ ബുക്കിൽ ചെയ്യും. ഞാൻ ഈ BTSന്റെ ബുക്കിൽ, ഞാൻ സാധാരണ ഈ ഒരു ക്യൂട്ട് ബുക്കിലാണ് ഇതെന്നെ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ ചെയ്തത് നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റത്തെ പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വായിച്ചോ, ഇങ്ങനെ ചളവളി എഴുതി വെച്ചാണ്. പിന്നെ എൻ്റെ പെർപ്പിൾ ടീമാണ്. അടുത്തത് ഇത് എൻ്റെ ആദ്യത്തെ റെയിൻബോ ടീമാണ്. ഇത് ഏതോ ഒരു ടീം. അന്ന് ഇത് മടിച്ചിട്ട് എഴുതിയാണ് രണ്ടാമത്തത് ഞാൻ വർദ്ധിച്ചതാണ്. അടുത്തത് അപ്പോൾ നമുക്ക് ജേർണൽ ചെയ്യാം. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? സ്കെച്ച് വേണം. സ്കെച്ചില്ലാതെ ഒന്നും നടക്കത്തില്ല. സ്കെച്ച് ഇവിടെ എടുത്തിട്ട് സ്കെച്ച് എടുത്തിട്ടുണ്ട്. സിസർ വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ബോക്സ്, കളർ ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി നമ്മൾക്ക് ഈ പേപ്പർ ഇതിൻ്റെ അപ്പുറം വെച്ചിട്ട് പറ്റി പിടിച്ചാൽ പിന്നെ ഒന്നും ഒരു എന്തിപ്പോൾ പറയാ, പക്ഷേ എല്ലാം നമ്മൾ മാറിപ്പോവാന്നേ അല്ലടി. ഇങ്ങനെ നമ്മ തിരിച്ചിട്ടാ ചെയ്ത് മറ്റേ അല്ല ഇങ്ങനെ ബഗ്ഡാണ് ഗൈസ് നമ്മളൊക്കെ. നമുക്ക് ഇവിടെ ഒരു ബുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പുറത്തെ പേജ് എടുക്കുക, ഇതെടുക്കുക, ഇതിപ്പുറത്ത് വെച്ച് കൊടുക്കാം. കാണില്ലേ നിങ്ങൾക്ക്? അതെ, എന്നെ മുഖം കാണണമെന്നൊന്നുമില്ല അല്ലോ നിങ്ങൾക്ക്. ഇവളെയാണ് കൂടുതൽ കാണുന്നത്. കുറച്ചങ്ങോട്ട് ഇരിക്കാം. ഇനി എൻ്റെ അപ്പുറം പോവാനാവില്ല. ഞാൻ അപ്പുറത്തിരിക്കട്ടാ, നിന്നെ കാണിക്കാം അപ്പുറത്ത്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങോട്ട് ഇരിക്കാം, എന്നാലും നിന്നെ കാണുമല്ലോ. ക്ലിയറില്ലേ? അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജേർണൽ ചെയ്യാനില്ലേ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പർപ്പിൾ ടീമാണല്ല, ഞാനൊരു ഓറഞ്ച് പിങ്ക് സ്ട്രോബെറി ടീമിലാണ് ചെയ്യുന്നത്. ഞാൻ പിങ്ക് ഷെയ്ഡിലാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തു. അതിൽ പിങ്കില്ല, ഓറഞ്ച് ഈ ഒരു ഷെയ്ഡിലാണ്. റെഡ് ഞാനെടുത്തു. തൽക്കാലം ഈ ഷെയ്ഡായി, ഈ ബ്ലൂ ഷെയ്ഡ്. ഇവൾ ഈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ചെയ്യുന്നത്. അതാ ചെയ്തോ, അതിൽ കുറേ ഫിഷ് എല്ലാം പറ്റാം. നല്ല രസമാണ്. ഞാൻ ചെയ്യണം ബ്ലൂ ഷെയ്ഡ്. ഇതെടുത്തോ സ്ട്രോബെറി ടീം. ഞാൻ ഈ ഒരു ഫിഷിൻ്റെ എല്ലാം ഒരു ടീമിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സീസർ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. ഇങ്ങനെ വാട്ട് ഈസ്. അപ്പോൾ ഞാൻ കുറച്ച് ബഗഡ് പറയുന്നതാണ്, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. എനിക്കിങ്ങനെ ബഗഡ് പറയാണ്ട് നിൽക്കാനാവില്ല കേട്ടോ. ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരാണെന്ന് പറയണ്ടല്ലോ. ഇവിടെ ഒരു ബഗഡത്തി ആയതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൊന്നും വിശ്വസിക്കേ വേണ്ട. ഇവളാണ്. നമുക്ക് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒട്ടിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബുക്ക് കാണുന്നുണ്ടോ? ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നത് കിളിക്കോട് പോലെ. ഇതാ. അപ്പോൾ ഞാൻ പശ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇവിടെ കാണുന്നില്ലേ? എന്നെ കണ്ടിട്ട് പ്രശ്നമില്ല, ഇവിടെ കാണണം. ഇവിടെ നമ്മുടെ ഗസ്റ്റാണ്.
നമ്മൾ ഇന്ന് തോട്ടിൽ പോകുന്നുണ്ട്. തോട്ടിൽ പോകുന്ന വീഡിയോ വരാൻ സാധ്യതയില്ല. എനിക്ക് ക്യാമറ പിടിച്ചിട്ട് നിൽക്കാനാവില്ല. എനിക്ക് തോട്ടത്തുള്ളിയാണ്. ക്യാമറ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ വീഡിയോ ഇടും കേട്ടോ. എന്നെ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും വേണ്ട. ഇവളെ ഒന്ന് കണ്ടോട്ടോ. എന്നെ കണ്ടിട്ടെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ എപ്പോൾ എന്നെ കാണുന്നല്ലേ. അതുകൊണ്ട് എന്നെ അധികം കാണിക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ. എന്നെ കാണും, എന്നാലും അത്യാവശ്യം കാണിക്കുന്നില്ല. നീയല്ലേ യൂട്യൂബർ. അപ്പോൾ ഗായ്സ്, ഹലോ ഗൈസ്. ഹലോ. അപ്പോൾ എന്നെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു. ഇതന്നെ ഞാനിത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഒട്ടിച്ചിന് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫിഷസ് വരച്ചെടുക്കണം. അതാണ് ഇന്നത്തെ തന്ത്രം എന്ന് പറയുന്നത്. ഫിഷസ് വരക്ക് ബ്ലൂ നമുക്ക് വേണം. ബ്ലൂ ഗ്രേ എടുത്തിട്ട് നമുക്കൊന്ന് മാർക്കർ ചെയ്ത് കൊടുക്കാം. കിളിക്കൂട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇത് അങ്ങനെ മീൻ. ഞാൻ ആ ഒരു ടീമിലാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഫുള്ളും കയറിന നീ ഫുള്ളും കയറിന എന്ത് ഒന്നുമില്ല, ഫുള്ളും കയറേണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലൂ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഫിഷസിനെ വരച്ചു കൊടുക്കാം. ഫിഷിനെ വരച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റിക്കർ എടുത്തുവിടാ കേട്ടോ. ഇപ്പം സ്കെച്ച് എടുത്താൽ മതി. ഞാൻ പറയുമ്പോൾ സ്റ്റിക്കർ എടുത്തു. സ്റ്റിക്കർ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അതേ കളറാണിത്. ഫിഷ് ആയതുകൊണ്ട് അറിഞ്ഞ ഫിഷ് വരച്ചു കൊടുത്താൽ പോരെ, എന്നാൽ തീരൂലേ ഗൈസ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞതാണ്. നിന്നെല്ലാവർക്കും ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടല്ലേ ഞാൻ പറഞ്ഞത്. എത്ര ആളുണ്ട് ഇനി? ഒരു 2 ആളേ ഉണ്ടാവുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ഉണ്ട്. ഒരു 815 ആയിട്ടുണ്ട്. ഇത് ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരൊന്നും കാണിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മടുപ്പ് വരുന്നാലും നിങ്ങൾ കാണണം കേട്ടോ. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഇങ്ങനെ ജേർണൽ ചെയ്യുന്ന സംസാരിക്കാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇത്. നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്തോ. കുറച്ച് കഴിഞ്ഞാൽ ആഘോഷം വരും കേട്ടോ. എന്നെ സംസാരിക്കണേ ഗൈസിനോട്. പറഞ്ഞു ഗൈസ്, നിങ്ങൾക്ക് മടുക്കുന്നൊന്നുമില്ലല്ലോ. മടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. നമ്മൾ മടുപ്പ് വരുത്തി തരൂല. ഇനി പിന്നെ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി സംസാരിച്ചിട്ട് ആക്കിയാൽ പോരെ നേരം. ഈ വീഡിയോയിൽ തന്നെ കുറച്ചുകൂടി സംസാരിക്കാം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് വ്യൂവേഴ്സ് കുറവായിരുന്നു. ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ 2 ടീമിലാണ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രോബെറി ടീം ആൻഡ് ഈ ഒരു ടീമോ. ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പുറത്താണ് ഫുള്ള് എഴുതലും സ്റ്റിക്കേഴ്സൊക്കെ. അത് നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്യലായി കേട്ടോ ഗൈസ്. ചെയ്യലായാ ഇപ്പുറത്ത് ചെയ്യലായി. ഇവിടെ അങ്ങനെ ആക്കണ്ട. ഇപ്പുറത്തെ എഴുതുക ചെയ്യേണ്ടി കേട്ടോ. ഈ സ്ട്രോബെറീൻ്റെ കുറച്ച്
ഇപ്പുറത്തെ ഞാൻ ഡെക്കറേഷനും ഇപ്പുറത്തെ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പുറത്തെ ഡെക്കറേഷൻ ചെയ്തു ഞാൻ ഇപ്പുറത്തെ എഴുതാം. സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ഇപ്പുറത്തെ ഫിഷിൻ്റെ സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല. നിൽക്കുന്നത് പൂമ്പാറ്റ ഒട്ടിക്കാനാവില്ല. സ്ട്രോബെറി അല്ലേ, എനിക്കും സ്ട്രോബെറി എന്തെങ്കിലും പച്ചക്കറികളുടെയും ഫ്രൂട്ടിൻ്റെ അല്ലേ ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല. നമ്മൾ ഇന്ന് സ്റ്റിക്കർ ആക്കുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി എഴുതിക്കൂടാം. ഞാൻ ഫസ്റ്റ് ആയിട്ട് ബോർഡറാണ് കേട്ടോ. ബോർഡറൊക്കെ ഭയങ്കര ഒരു ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഹായ് ഐ ആം ഫിഷ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഞാനും അത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫിഷ് അല്ല ഞാൻ എഴുതുന്നത്. സ്ട്രോബെറി എന്തേ ഇപ്പുറത്ത് പറ്റിയാ? ഞാൻ ഇപ്പുറത്ത് ഒട്ടിക്കേണ്ട സാധനം എടുത്തു. ഇതല്ലേ എന്തെന്ന് ഇത് പ്രാന്തത്തിയാ? ഇപ്പുറത്ത് വെച്ചിട്ടാക്കിന് ഇവിടെ പറ്റിയ പ്രശ്നമില്ല. അപ്പുറത്ത് വെച്ചില്ല. അപ്പൊ ഞാൻ ഹായ് ആം ഫിഷ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. മാത്രമേ എഴുതുന്നുള്ളൂ. ഇത്ര എഴുതുന്നില്ല. ഇതൊരു കുഞ്ഞി ക്രാഫ്റ്റാണ്. നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ കുറേ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു സിമ്പിളാണ്. ഈ ലൈറ്റ് ബ്ലൂ ഇല്ലേ ഗൈസ്, അതില്ല, എനിക്ക് അങ്ങനെ പറ്റി വരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്ലൂ പിങ്ക് ഈ ഡാർക്ക് കളറൊന്നും ഇഷ്ടമേ അല്ല. പിന്നെ ഈ വലുതായ സ്ട്രോബെറിൻ്റെ സ്പെല്ലിങ് എസ്. ഇവള് കുറച്ച് ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്ട്രോബെറിൻ്റെ സ്പെല്ലിങ് വയ്ക്കുന്നത്. സ്ട്രോബെറിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പോൾ സ്ട്രോബെറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നെ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായു വേനെടുക്കും. ഇനി കുറച്ച് ഇവളെ സംസാരിക്കും കേട്ടോ. ഇത് ഇത്രയായിട്ടോ. ഇവളത് കഴിയാനായി. ഇവക്ക് എത്ര ഫോളോവർ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഇവരെ യൂട്യൂബിൽ നോക്കിയിട്ട് പറഞ്ഞാലും മതി. യെസ്. തോട്ട് പോകുന്ന വീഡിയോ എടുക്കാനാവോ? ചിലപ്പേ ആവുള്ളൂ ഗൈസ്, ഉറപ്പില്ല. നമ്മ എന്തായാലും ശ്രമിക്കും മാക്സിമം എടുക്കാൻ. എൻ്റെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രണ്ടാളി ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അയ്യോ ബായ പിങ്ക് ആവൂലേ, പറ്റൂല. ആക്കാ കാണിച്ചോ? പിങ്ക് കൊടുത്ത് പറയുമ്പോലെ പിങ്ക് കാണൂല. ഇതാ ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മീനിനെ വരച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ ഹായ് ആം ഫിഷ് എന്ന് എഴുതിയേ. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ തലതിരിഞ്ഞ് കാണുന്നുണ്ടാവും അല്ലേ? അത് ഈ ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ആക്കിയിട്ടില്ലേ. ഇവളത് കാണിച്ചു തരും കേട്ടോ. ഇവളാക്കട്ടെ. എന്തെന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ. ഈ ഒരു പേജാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ഒരു ബോർഡറാണ്. സെക്കൻഡ് ഞാൻ ഇതാണ്. ഇത് സിമ്പിളേ ഉണ്ട്. താങ്ക് യു. ഇതെൻ്റെത് ഞാൻ പിങ്കിലാണ് ടീമിൽ ചെയ്തത്. ഞാനൊരു ബ്ലൂ ടീം ആൻഡ് ഫിഷ് ആണ് ചെയ്തത്. അടുത്തത് സ്റ്റിക്കർ ഉണ്ടാക്കാം. സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഒരു A4 ഷീറ്റ് വേണം. A4 ഷീറ്റ് പെരുതിയിട്ട് വരാം. ഇതില്ല ഇതിലേക്കൊക്കെ